MyTechBite എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് Redmi 7യുടെ ഒരു അൺബോക്സിംഗ് പ്ലസ് ഒരു ക്വിക്ക് റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ ഗിവ് അവേയുടെ വിന്നറിന് ഈ Redmi 7 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഗ്യാപ്പിൽ ജസ്റ്റ് പറയും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് നമുക്ക് Redmi 7യുടെ ഡിസൈനും ഡിസ്പ്ലേയും നോക്കാം. 5.45 ഇഞ്ചിൻ്റെ HD പ്ലസ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ, 295 PPI 1440x720 പിക്സൽ റെസൊല്യൂഷനാണ് വരുന്നത്. ആൻഡ്രോയിഡ് 9 ബേസ്ഡ് MIUI 10.2.1 യൂസർ ഇൻ്റർഫേസ് ആണ് നൽകിയിട്ടുള്ളത്. റൗണ്ടഡ് എഡ്ജ് ആയിട്ടുള്ള ഡിസൈൻ ആണ് Redmi 7ക്ക് കൊടുത്തിട്ടുള്ളത്. 3 ഡിഫറെൻറ്റ് കളറിലാണ് Redmi 7 പുറത്തിറക്കിയിട്ടുള്ളത്. മാറ്റ് ബ്ലൂ, മാറ്റ് ബ്ലാക്ക്, പിന്നെ മാറ്റ് ഗോൾഡ്. ഇവിടെ നമ്മുടെ കയ്യിൽ മാറ്റ് ബ്ലാക്ക് കളറാണുള്ളത്. ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടണും വോളിയം റോക്കർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ സിം ഇൻസേർട്ട് ചെയ്യാനുള്ള സിം ട്രേയും നൽകിയിട്ടുണ്ട്. ഹൈബ്രിഡ് സിം ട്രേ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതായത് 2 സിം കാർഡും ഒരു മൈക്രോ SD കാർഡും ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. മൈക്രോ SD കാർഡ് ഉപയോഗിച്ച് 256 GB വരെ നമുക്ക് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താഴെ സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ലും മൈക്രോഫോണും, മിഡിൽ ഭാഗത്തായിട്ട് മൈക്രോ USB ചാർജിംഗ് പോർട്ടും നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് 3.5mm ഹെഡ്ഫോൺ ജാക്കും മൈക്രോഫോണും നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് പെർഫോമൻസ് നോക്കാം. Qualcomm Snapdragon 439 ഒക്ടോ കോർ പ്രൊസസ്സറാണ് വരുന്നത്. 4000 mAh ബാറ്ററി കപ്പാസിറ്റിയും 10 വാട്ട് വരെ ചാർജിങ് സപ്പോർട്ടതാണ്. പിന്നെ അത് കൂടാതെ Redmi 7Aയിൽ AI ഫേസ് അൺലോക്ക് ഫീച്ചറും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ക്യാമറ സെറ്റപ്പ് നോക്കാം. 12 മെഗാപിക്സലിന്റെ f2.2 അപ്പർച്ചർ ഉള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ക്യാമറയാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. 12 മെഗാപിക്സലിന്റെ സോണി IMX486 സെൻസർ ആണ് നൽകിയിട്ടുള്ളത്. അതായത് റിയർ ക്യാമറ ഉപയോഗിച്ച് മികച്ച ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. 5 മെഗാപിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. AI ബാക്ക്ഗ്രൗണ്ട് ബ്ലറിംഗ്, AI ബ്യൂട്ടിഫൈ, ഫേസ് റെക്കഗ്നീഷൻ, സെൽഫ് ടൈം, ഫ്രണ്ട് ക്യാമറ HDR, ഇങ്ങനെ നിരവധി ഫീച്ചർ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് എടുക്കാനും സാധിക്കുന്നതാണ്. 1080 പിക്സൽ വീഡിയോ 30 ഫ്രെയിംസിലും 720 പിക്സൽ വീഡിയോ 30 ഫ്രെയിംസിലും എടുക്കാനും സാധിക്കും. സോ നെക്സ്റ്റ് ഞാനിവിടെ Redmi 7 ക്യാമറ ഉപയോഗിച്ചെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് Redmi 7യിൽ വരുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ നമുക്ക് ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഈ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു ബഡ്ജറ്റ് ലെവല് കില്ലർ ഫോൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പേഴ്സണലി എനിക്ക് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഈ ഫോൺ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ Redmi 7യുടെ പ്രൈസ് വരുന്നത് 6589 രൂപയാണ് പ്രൈസ് വരുന്നത്. സോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്ത നമ്മുടെ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം, ഗിവ് അവേയുടെ വിന്നറിന് ഈ ഫോണായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗിവ് അവേയിൽ എൻ്റർ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പം ജസ്റ്റ് പറഞ്ഞു തരാം. സോ ആദ്യം നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാം. പിന്നെ ഞാൻ യൂട്യൂബിൽ ഗാലക്സി നോട്ട് 10+ ഫസ്റ്റ് ഇംപ്രഷൻ Redmi 7 ഗിവ് അവേ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു പേജ് വഴി ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. പിന്നെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആ സെയിം വീഡിയോയിൽ, അതായത് യൂട്യൂബിലുള്ള ഗാലക്സി നോട്ട് 10+ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള ആ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റിന് നിങ്ങൾ മാക്സിമം ലൈക്ക് വാങ്ങാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ആ കമൻറ്റിന് കൂടുതൽ ലൈക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും വിന്നർ.
സോ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് സെപ്റ്റംബർ 30-നായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്തതിനോ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇവിടെ ഐക്കാർഡിൽ ഞാൻ ഗിവ് അവേയുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഗിവ് അവേയുടെ വീഡിയോയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗിവ് അവേയുടെ ഡീറ്റെയിൽസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.